ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു HhandEmbroidery. ഇന്ന് നമ്മൾ ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഇതിൻ്റെ ഒരു ചെറിയ സൈസിലുള്ള കട്ട് ബീഡ്സും കൂടിയാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ബീഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ടി വെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാറ്റേൺ ഒന്ന് നമുക്ക് നോക്കാം. പാറ്റേൺ ഇതുപോലെ ഞാൻ റൗണ്ട് നെക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോർഡർ ഭാഗത്തു നിന്ന് ഒരു 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നിറയെ വീഡിയോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് താഴെയും ഒരു 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.25 ഇഞ്ചോ ആയിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീഡിയോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അത് കുറച്ച് ഗ്യാപ്പ് കൊടുത്താണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നെക്കൊക്കെ ബോർഡറൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പിങ്ക് കളറിലെ ത്രെഡ് എടുത്തിരിക്കുന്നത് കാണാൻ വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് സെയിം കളറാകുമ്പോൾ കാണാൻ ഇച്ചിരി ഇത് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു കളർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ത്രെഡ് ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. നമ്മൾ നോർമൽ നീഡിൽ വെച്ച് എപ്പോൾ ചെയ്താലും നമ്മൾ ആദ്യം കുറച്ച് ലോക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ബീഡ്സ് ആണെങ്കിലും ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തുകൂടി ഒന്നും കൂടി ഒന്ന് ലോക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1-2 പ്രാവശ്യം ഒന്ന് ലോക്കിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് അടുത്ത ബീഡ്സ് ഇതുപോലെ അടുപ്പിച്ച് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഒട്ടും ഗ്യാപ്പ് വരുത്താത്ത വിധത്തിൽ തീരെ അടുപ്പിച്ച് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. ആ ഒരു പോർഷനിൽ, അതായത് നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ആ ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയത് അവിടെ ഫുള്ള് നമ്മൾ തിക്കായിട്ട് തന്നെ വീട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ വീടിൽ വെച്ചിട്ട് തന്നെ നമുക്കൊരു പാർട്ടി വെയർ സൽവാർ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഇതിൽ ത്രെഡ് വർക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വന്നിട്ടില്ല. നമുക്ക് ഓൺലി ഈ 2 ബീഡ്സ് മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് ബീഡ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓരോ ബീഡ്സുകളൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഒന്ന് ലോക്കിട്ട് കൊടുക്കണം കേട്ടോ. 2 ബീഡ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ബീഡ് ചെയ്യുമ്പോൾ ഒന്ന് ലോക്കിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഫിക്സായിട്ട് അങ്ങനെ ഇരുന്നോളൂ, അഴിഞ്ഞൊന്നും പോരത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലോക്കിട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇതുപോലെ നമുക്ക് വളരെ തിക്കായിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് തൊട്ട് താഴെയാണ് നമ്മൾ ബീഡ്സൊക്കെ സ്പ്രെഡ് ചെയ്ത പോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് എല്ലാം തിക്കായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. കഴിവതും ആ മെറ്റീരിയലിൻ്റെ കളർ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ത്രെഡ് നമ്മൾ ചൂസ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ താഴേക്ക് നമുക്ക് എത്രയാണോ ഇഞ്ച്, അതായത് 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ബീഡ്സ് ഈ ഒരു പോയിൻ്റ് ഇടുന്ന ഭാഗത്തൊക്കെ നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, സ്പ്രെഡ് ചെയ്ത പോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ നിന്ന് വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഫിക്സ് ചെയ്തു, അത് അത്യാവശ്യം ഒന്ന് ലോക്കിട്ട് കൊടുക്കുക. ലോക്കിട്ട് കൊടുത്തിട്ട് അടുത്ത ഭാഗത്തേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ വേണം ഗ്യാപ്പ് കൊടുക്കാനായിട്ട് കേട്ടോ, താഴത്തെ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ. പിന്നെ സെൻറ്ററിൽ കട്ടിങ് വന്നിട്ടുള്ള ഡിസൈനാണ് ചെയ്യുന്നെങ്കിൽ ആ ഒരു പോർഷൻ ഒഴിച്ചിട്ടിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പം ഞാൻ പിക്ചറിൽ കാണുന്ന പോലെയല്ല, ഞാനിപ്പം ഫുള്ളായിട്ട് തന്നെ വരച്ചിരിക്കുകയാണ്. അപ്പോൾ സെൻറ്ററിൽ ഈ ഒരു പിക്കിനകത്ത് കാണുന്നത് ചെറിയ പൊടിയ ബട്ടൺസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്തെടുത്താൽ മതിയാവും. സ്ലീവിലും ഇങ്ങനെ തന്നെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.